ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്സ്. അപ്പോൾ ഓർഗാനിക് 4 ചാപ്റ്ററിൽ ഏറ്റവും വെയിറ്റേജ് കൂടിയത് ഇതിൽ പറഞ്ഞാൽ 7 മാർക്കാണ്. ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന ചാപ്റ്ററാണിത്. ഇതിൽ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ വന്ന ബേസ് ചെയ്തിട്ട് ഇമ്പോർട്ടൻ്റ് ആക്കിയതാണ് കേട്ടോ അത്. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ബേസ്ഡ് ആകുമ്പോൾ ഇതന്നെ മിക്കവാറും ചോദിക്കുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫാസ്റ്റ് ആക്കിയിട്ട് നോക്കാം. അപ്പോൾ ആൽഡിഹൈഡ്സിൻ്റെ പ്രിപ്പറേഷൻ ആണ് ആദ്യം വരുന്നത്. ആൽഡിഹൈഡ്സ് മാത്രമല്ല, കീറ്റോൺസ് പ്രിപ്പറേഷൻ ഒറ്റ ഹെഡിങ്ങിലാണുള്ളത്. എന്നാലും ആൽഡിഹൈഡിൻ്റെ ഞാൻ ആദ്യം പറയണത് കണ്ടല്ലോ. നെയിം റിയാക്ഷൻസ് കുറേ ഉണ്ട് കേട്ടോ. റോസമുണ്ട് റിഡക്ഷൻ, സ്റ്റീഫൻ റിയാക്ഷൻ, ഇറ്റാഡ് റിയാക്ഷൻ, കെറ്റർമാൻ കോച്ച് റിയാക്ഷൻ, പിന്നെയും ഉള്ളിലിതാ ക്ലെമൻസൺ കുറേ വരുന്നുണ്ട്. അപ്പോൾ കൂടി എണ്ണി പറയണില്ല. നിങ്ങൾ വിചാരിക്കുന്നത് എല്ലാം കൂടിയും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലൊന്നും വരില്ല. ഇതിൻ്റെ ഒരു വെയിറ്റേജ് ഉണ്ട്, അതിനനുസരിച്ച് വരും. അതിൽ ചിലത് നെയിം റിയാക്ഷൻ നെയിം തരാതെയും ചോദിക്കാം. ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആളിഷ്ടം. പിന്നെ നമ്മൾ എത്രമാത്രം പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ചാണ് ഇത് ടഫ് ആവോ ഈസി ആവോ എന്നൊക്കെ പറയാം. നെയിം റിയാക്ഷൻ അങ്ങനെ തന്നെ നെയിം തന്ന് ചോദിക്കണം എന്നൊരു നിർബന്ധവും ഇല്ല കേട്ടോ. എന്നാൽ പെട്ടെന്ന് നോക്കൂ. റോസമുണ്ട് റിഡക്ഷൻ എന്താണ്? പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ്. എന്തെന്നുണ്ടാക്കണേ? അസൈൽ ക്ലോറൈഡിനെ ആൽഡിഹൈഡാക്കി കൺവേർട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. അതാണ് റോസമുണ്ട് റിഡക്ഷൻ. ടെക്സ്റ്റിൽ എക്സാമ്പിൾ ഉണ്ട്. ബെൻസോയിൽ ക്ലോറൈഡ് ബെൻസാൽഡിഹൈഡ് ആവും. ഇതിൻ്റെ റിയേജൻറ്റ് പറയാതിരിക്കാൻ വയ്യ, വളരെ ഇമ്പോർട്ടൻറ്റ്. PDBA പലേഡിയം ഓൺ ബേരിയം സൾഫേറ്റ്. ഇത് കാണുമ്പോൾ തന്നെ നമ്മൾ എന്ത് മനസ്സിലാക്കും? റോസമുണ്ട് റിഡക്ഷൻ. നെക്സ്റ്റ് സ്റ്റീഫൻ റിയാക്ഷൻ. സ്റ്റീഫൻ റിയാക്ഷൻ ആകുമ്പോൾ ഇതേപോലെ ആൽഡിഹൈഡിൻ്റെ പ്രിപ്പറേഷനാണ്. നൈട്രൈലിനെ ആൽഡിഹൈഡ് ആക്കണമെന്നാണ് സ്റ്റീഫൻ കേട്ടോ. നൈട്രൈൽ ആൽഡിഹൈഡ്. ഇനി ഇതിൻ്റെ റിയേജൻറ്റ് പറയണല്ലോ. SnCl2ഉം HCl ആണ്. ടിൻ ക്ലോറൈഡും HCl. പിന്നെ ശ്രദ്ധിക്കാനുള്ള ഇതിൽ ഒരു ഇൻ്റർമീഡിയറ്റ് ഉണ്ട്, ഇമീൻ എന്നാണ് പറയുക. അത് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ അടുത്ത് നോക്കൂ. ഇറ്റാഡ് റിയാക്ഷൻ. ഇറ്റാഡ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ഫേമസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെയിം റിയാക്ഷൻ. ഇതിൽ നമ്മൾക്ക് എക്സാമ്പിൾ ഉണ്ട്. ടൊളുവിൻ്റെ ബെൻസാൽഡിഹൈഡ് ആക്കി മാറ്റുക ചെയ്യുന്നത്. ടൊളുവിൻ്റെ ബെൻസാൽഡിഹൈഡ് ആക്കുക. ഇതിൻ്റെ റിയേജൻ്റൊക്കെ കിട്ടിയില്ല. നിങ്ങൾ ക്രോമൈൽ ക്ലോറൈഡ് എന്ന CrO2Cl2 കണ്ടോ? ഇക്വേഷൻ കണ്ടില്ലേ? CrO2Cl2 നിങ്ങളിങ്ങനെ ഇങ്ങോട്ട് എഴുതി പഠിച്ചാൽ മതി കേട്ടോ. ഇതാണ് ഇറ്റാഡ് റിയാക്ഷൻ. ടൊളുവിൻ എന്താവും? ബെൻസാൽഡിഹൈഡ്. അപ്പം ക്വസ്റ്റ്യൻ ഹൗ ടു കൺവേർട്ട് ടൊളുവിൻ ടു ബെൻസാൽഡിഹൈഡ് എന്ന് ചോദിച്ചാൽ അത് ഇറ്റാഡാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി വേണം കേട്ടോ. എക്സാം ഹാളിൽ നിന്ന് കിട്ടിയാൽ കിട്ടി. നെക്സ്റ്റ് ഗെറ്റർമാൻ കോച്ച് റിയാക്ഷൻ. ഗെറ്റർമാൻ കോച്ചിൽ ശരിക്കും പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ് ബെൻസാൽഡിഹൈഡ് ആണ്. അപ്പോൾ ബെൻസീൻ്റെ ബെൻസാൽഡിഹൈഡ് ആക്കുകയാണ്. ഇതിൻ്റെ റിയേജൻറ്റ് നോക്കൂ, നല്ല രസമാണ്. റിയേജൻറ്റ് ഇതൊക്കെ നോക്കൂ. കാർബൺ മോണോക്സൈഡും HCl ആണ്. ഇത് ഗെറ്റർമാൻ കോച്ചിൽ. ഗെറ്റർമാൻ വേറെ ഉണ്ട്. ഇത് ഗെറ്റർമാൻ കോച്ചാണ്. ഇത് COHCl ആണ്. കാർബൺ മോണോക്സൈഡും HCl. അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡും ഉണ്ട്. ഇതാണ് ആ റിയാക്ഷൻ. എഴുതി പഠിക്കുക. ഇനി നമ്മൾ പ്രിപ്പറേഷൻ ഓഫ് കീറ്റോൺസിലേക്ക് പോകാം. ഈ പ്രിപ്പറേഷൻ ഓഫ് കീറ്റോൺസ് ഞാൻ എടുത്ത് ചെയ്താൽ കാരണം അത് നെയിം റിയാക്ഷനൊന്നും ഇല്ലെങ്കിൽ ഒഴിവാക്കാൻ പറ്റാത്തത് എന്താ വെച്ചാൽ ഒരു പ്രിപ്പറേഷനെങ്കിലും കീറ്റോൺ പഠിക്കണ്ടേ. അപ്പോൾ അതാ ഒരു അസറ്റോഫിനോൺ ഉണ്ടാകുന്ന റിയാക്ഷൻ. സംഭവം ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ +1 അല്ലേ? എന്താ അതാണ്? ബെൻസീൻ എന്താവും? അസറ്റോഫിനോൺ ആവണത്. എഴുതി നോക്കുക, കിട്ടും. ദെൻ കെമിക്കൽ റിയാക്ഷൻസ്. കെമിക്കൽ റിയാക്ഷൻസ് പറയുമ്പോൾ ഫസ്റ്റ് റിഡക്ഷനാണ്. റിഡക്ഷൻ നോർമൽ റിഡക്ഷൻ അനുസരിച്ച് എന്താ? ആൽഡിഹൈഡിന് കീറ്റോൺ റിഡക്ഷൻ നടത്തിയാൽ അത് ആൽക്കഹോളാണ് ആവുക. അതിന് റെഡ്യൂസിങ് ഏജൻറ്റ് ഉപയോഗിച്ചും ചെയ്യാം. അല്ലെങ്കിൽ എന്തുപയോഗിക്കാം? കാറ്റലിറ്റിക് റിഡക്ഷൻ. അത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അല്ലാത്ത ഒരു സ്പെഷ്യൽ റിഡക്ഷൻ ഇതിൽ വരുന്നുണ്ട്. അതാണ് റിഡക്ഷൻ ടു ഹൈഡ്രോ കാർബൺസ്. ഇത് സ്പെഷ്യൽ തന്നെയാണ്. കാരണം റിയേജൻറ്റ് സ്പെഷ്യൽ ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് കേട്ടോ. ഇതിൽ 2 ഉണ്ട്. ക്ലെമൻസൺ റിഡക്ഷനും ഉണ്ട്, വോൾഫ് കിഷ്ണർ റിഡക്ഷനും ഉണ്ട്. ക്ലെമൻസൺ റിഡക്ഷനും വോൾഫ് കിഷ്ണർ റിഡക്ഷനും പ്രത്യേകത അറിയല്ലോ. ക്ലെമൻസൺ റിഡക്ഷനിൽ സിങ്ക് മെർക്കുറി അമാൽഗം HCl ആണ് റിയേജൻറ്റ്. അതേസമയത്ത് വോൾഫ് കിഷ്ണർ എന്ന് പറഞ്ഞാൽ 2 സ്റ്റെപ്പാണ്. അതിൽ ഹൈഡ്രസീൻ ഉപയോഗിക്കും. പിന്നെ അടുത്ത സ്റ്റെപ്പിൽ എത്തിലീൻ ഗ്ലൈക്കോളും KOH ഒക്കെ ഉപയോഗിച്ചിട്ടാണ്. എഴുതി പഠിക്കുക. അത് നല്ല ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ക്വസ്റ്റ്യനിൽ വന്നതാണ്. ഹൗ ടു കൺവേർട്ടൊക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ കണ്ടല്ലോ. ക്ലെമൻസൺ റിഡക്ഷനും ഉണ്ട്, വോൾഫ് കിഷ്ണർ റിഡക്ഷനും ഉണ്ട്. രണ്ടിലും ആൽഡിഹൈഡും കീറ്റോണും എന്തായി മാറുന്നത്? ഹൈഡ്രോ കാർബൺ ഉണ്ടല്ലോ. ഇതുകൊണ്ട് എത്തനാൽ ഈഥെയിൻ ആവണമൊക്കെ ഉണ്ടല്ലോ. ഹൗ ടു കൺവേർട്ട് എത്തനാൽ ടു ഈഥെയിൻ ചോദിച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയണം. ഓക്കെ, പിന്നെ റിയേജൻറ്റ് നോക്കിയിട്ട് ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ കഴിയണം. അടുത്തതിലേക്ക് വരാം നമുക്ക്. അടുത്തത് വരുമ്പോൾ നമ്മളിതാ ക്ലെമൻസൺ റിഡക്ഷനും വോൾഫ് കിഷ്ണറും കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ നോക്കും. ഓക്സിഡേഷനാണ്. ഓക്സിഡേഷൻ ഓഫ് ആൽഡിഹൈഡ്സിൽ ടോളറൻസ് ടെസ്റ്റും ഫേർലിങ്സ് ടെസ്റ്റും. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് പൊതുവേ ഓക്സിഡേഷൻ ഓഫ് ആൽഡിഹൈഡും കീറ്റോണൊക്കെ എന്തിനുണ്ടാകുക തരിക? കാർബോക്സിലിക് ആസിഡ് അല്ലെങ്കിൽ അതിൻ്റെ സാൾട്ടോ ആണ് തരിക. ഇവിടെ ടോളറൻസ് ടെസ്റ്റിൻ്റെയും ഫെയലിങ്സ് ടെസ്റ്റിൻ്റെയും പ്രത്യേകം ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇത് രണ്ടും എൻ്റെ റിയേജൻ്റ് പറയുന്നത് അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് ആണ് ടോളറൻസ് റിയേജൻറ്റ്. അപ്പോൾ അതാദ്യം പറയട്ടെ.
അത് ശരിക്കും ഒരു മൈൽഡ് ഓക്സിഡൈസിങ് ഏജൻറ്റാണ്. ഏത്? ടോളറൻസ് റിയേജൻറ്റ്, ഒരു വീര്യം കുറഞ്ഞ ഓക്സിഡൈസിങ് ഏജൻറ്റാണ്. ഇതെന്ത് ചെയ്യും? ആൾഡിഹൈഡിനെ ഓക്സിഡൈസ് ചെയ്യും. അപ്പോൾ ആൾഡിഹൈഡ് എന്തായാലും പറയുന്നത് വെച്ചാൽ റിയാക്ഷനിൽ ഒരു കാർബോക്സിലിക് ആസിഡ് ആവും, അല്ലെങ്കിൽ സാൾട്ട് ആവും. അതേ സമയത്ത് തന്നെ എന്ത് ചെയ്യും? ഈ ടോളറൻസ് റിയേജൻറ്റിലുള്ള സിൽവർ ഉണ്ടല്ലോ, അതിൽ അമോണിയക്കൽ സിൽവർ നൈട്രേറ്റ് ആണല്ലോ, അതിലുള്ള സിൽവർ എന്ത് ചെയ്യും? പ്രൊഡക്റ്റ് ആകുമ്പോൾ സിൽവർ മെറ്റലായിട്ട് ആ ടെസ്റ്റ് ട്യൂബിൻ്റെ സൈഡിൽ പറ്റിപ്പിടിക്കും. അതാണ് അടുത്ത സിൽവർ മിറർ. അതൊന്ന് എഴുതി പഠിക്കുക. ഞാനതിൽ ഡീപ്പായിട്ട് പോകണില്ല. അടുത്തത് ആ റിയാക്ഷൻ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇതിൽ കാണുമല്ലോ സിൽവർ 2Ag എന്നാണല്ലേ, ആ പ്രൊഡക്റ്റാണ് അവിടുത്തെ എന്ത്, അവിടെ ടെസ്റ്റ് ട്യൂബിൽ പറ്റിപ്പിടിക്കുന്ന സിൽവർ മിറർ. ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ ആൾഡിഹൈഡ് ഇതാ ഓക്സിഡേഷൻ നടന്നിട്ട് RCOO- ഉണ്ടല്ലേ, കാർബോക്സിലിക് ആസിഡിൻ്റെ സാൾട്ട് അയോണായി മാറുകയാണ്. ഓക്കെ നെക്സ്റ്റ് അടുത്തതാണ് ഫെർലിങ്സ് ടെസ്റ്റ്. ഫെർലിംഗ് സൊല്യൂഷൻ എയും ബിയും ചേർന്നിട്ടാണ് ഇത്. ഫെർലിംഗ് സൊല്യൂഷൻ എയും ബിയും ചേർന്നിട്ടാണ് അത് എടുക്കേണ്ടത്. ഫെർലിംഗ് സൊല്യൂഷൻ എ എന്ന് പറഞ്ഞാൽ ശരിക്കും അക്വസ് കോപ്പർ സൾഫേറ്റ് ആണ്. ഫെർലിംഗ് സൊല്യൂഷൻ ബി പറഞ്ഞാൽ സോഡിയം പൊട്ടാസ്യം ടാർട്രേറ്റ് ആണ്. റോച്ചല്ലെ സാൾട്ട് എന്ന് പറയും, ടെക്സ്റ്റിലുണ്ട്. ഇതിലും ഇതേപോലെ ഇതും മൈൽഡ് വീര്യം കുറഞ്ഞ ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ്. ഇത് ആൾഡിഹൈഡിനെ ഓക്സിഡൈസ് ചെയ്യും. ഇതിൻ്റെ പ്രത്യേകം എന്താ അറിയോ? ഇത് ആൾഡിഹൈഡിനെ ഓക്സിഡൈസ് ചെയ്യുള്ളൂ, പക്ഷേ കീറ്റോൺ ഓക്സിഡൈസ് ചെയ്യൂല. കാരണം കീറ്റോണിന് ഇങ്ങനെ വീര്യം കുറഞ്ഞ ഓക്സിഡൈസിങ് ഏജൻ്റ് ഒന്നും കീറ്റോണിനെ ഓക്സിഡൈസ് ചെയ്യാൻ കഴിയില്ല. അപ്പം കീറ്റോൺ ഈ റിയാക്ഷനിൽ എന്തില്ല, റിയാക്ട് ചെയ്യണമെന്നല്ല. അതുകൊണ്ട് എന്താ, ആൾഡിഹൈഡിനെയും കീറ്റോണിനെയും തിരിച്ചറിയാനുള്ള ടെസ്റ്റായിട്ട് ഇത് രണ്ടും ഉപയോഗിക്കട്ടോ. ഇനി അടുത്ത കണ്ടല്ലോ ഓക്സിഡേഷനിൽ വേറെ ടൈപ്പ് ഹാലോഫോം റിയാക്ഷൻ എന്നാണ് പറയുന്നത്. ഹാലോഫോം റിയാക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ആദ്യം പറയേണ്ടത് ഇത് ഒരു ഓക്സിഡേഷനാണ്. ഇതിൽ സോഡിയം ഹൈപ്പോ ഹാലൈറ്റിൻ്റെ പ്രസൻസിൽ ഓക്സിഡേഷൻ സംഭവിക്കുകയാണ്. പക്ഷേ ഇതിൽ റിയാക്ട് ചെയ്യണമെങ്കിൽ മിഥൈൽ കീറ്റോൺസ് എന്നാണ് ഇതിന് പറയുക. മിഥൈൽ കീറ്റോൺസ് മാത്രമേ റിയാക്ട് ചെയ്യുള്ളൂ. അത് അഥവാ CO ഡയറക്റ്റ് ആയിട്ട് ഒരു CH3 ബോണ്ട് ചെയ്താലേ റിയാക്ഷൻ നടക്കുള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഉണ്ടാവുക അറിയോ? പല രീതിയിലുള്ള ക്വസ്റ്റ്യൻ. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ കീറ്റോണിൽ 2 തരം കീറ്റോൺ കേട്ടോ, പെൻറ്റാൻ 3 ഓൺ, അതേപോലെ പെൻറ്റാൻ 2 ഓൺ. ഒന്ന് എഴുതി നോക്കണ്ടേ. ഇത് രണ്ടും ഡിസ്റ്റിങ്വിഷ് ചെയ്യാനുള്ള ടെസ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ രണ്ടും കീറ്റോണാണ്. അപ്പോൾ നമ്മൾ സ്റ്റക്കായി പോകും. സ്റ്റക്കാവേണ്ട. അതിൻ്റെ ആൻസർ എന്താ വെച്ചാൽ ഈ റിയാക്ഷനാണ്, ഹാലോഫോം റിയാക്ഷനാണ്. പെൻറ്റാൻ 2 ഓൺ എന്ത് ചെയ്യും? ഹാലോഫോം റിയാക്ഷനിൽ പങ്കെടുക്കാൻ പറ്റും. പക്ഷേ പെൻറ്റാൻ 3 ഓണിന് പറ്റത്തില്ല. കാരണം അത് നിങ്ങൾ എഴുതി നോക്കിയാൽ മനസ്സിലാവും. CO ഒറ്റ ഡയറക്റ്റ് ആയിട്ട് ഒരു CH3 മാത്രം വരുമ്പോഴാണ് എന്ത്, ഹാലോഫോം റിയാക്ഷനിൽ പങ്കെടുക്കുള്ളൂ. അത് അങ്ങനെ പഠിക്കുക, എഴുതി പഠിക്കുക. നെക്സ്റ്റ് ഫേമസ് 2 നെയിം റിയാക്ഷൻ അൾഡോൾ കണ്ടൻസേഷൻ ഉണ്ട്, പിന്നെ അതിൻ്റെ ക്രോസ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ആൾഡോൾ കണ്ടൻസേഷൻ്റെ എന്ത് വേണം? ആൽഫ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ മാത്രമേ റിയാക്ഷൻ നടക്കുള്ളൂ കേട്ടോ. റിയാക്ഷൻ ഡ്യൂ ടു ആൽഫ ഹൈഡ്രജൻ എന്നാൽ ശരിക്കും അതിൻ്റെ ആസിഡിറ്റി ആയിട്ട് ബന്ധപ്പെട്ടതാണത്. ആയിക്കോട്ടെ. പിന്നെ അടുത്തൊരു പോയിൻ്റ് വെച്ചാൽ ആൾഡോൾ കണ്ടൻസേഷനിൽ ഡൈല്യൂട്ട് ആൽക്കലിൻ്റെ പ്രസൻസിലാണ് റിയാക്ഷൻ നടക്കുക. അതും മെയിൻ പോയിൻ്റാണ്. അപ്പോൾ ഡൈല്യൂട്ട് NaOH കണ്ടാൽ അത് ആൾഡോളാ മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി വേണം. ദെൻ ക്രോസ് ആൾഡോൾ കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ അതും നിങ്ങൾ എഴുതി പഠിക്കുക. അതിൽ ഒരു എക്സാമ്പിൾ ഉണ്ട്. എന്ത്, ഇപ്പോൾ മെത്തനാളും ആൽഫ ഹൈഡ്രജൻ ഉള്ള ഒരു മോളിക്കൂളും ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്തൊരു മോളിക്കൂളും റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ ആ ക്രോസ് ആയിട്ട് നടക്കാം. ഇനി അടുത്തത് കന്നിസാറോ ഫേമസ് ആണ്. കാരണം ഇതിൻ്റെ പ്രത്യേകത, ഇതിൽ കോൺസെൻട്രേറ്റഡ് ആൽക്കലിൻ്റെ പ്രസൻസിലാണ് റിയാക്ഷൻ നടക്കുക. 2 ആൾഡിഹൈഡ് മോളിക്യൂൾസ് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ആൾഡിഹൈഡ് മോളിക്യൂളിൽ എന്തുണ്ട്, ഓക്സിഡേഷൻ നടക്കും. അപ്പോൾ അതൊരു കാർബോക്സിലിക് ആസിഡിൻ്റെ സാൾട്ടാവും. അടുത്ത ആൾഡിഹൈഡ് മോളിക്യൂൾ റിഡക്ഷൻ നടന്നിട്ട് ആൽക്കഹോളും ആവും. അതാണ് ഒരു ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ എന്ന് പറയാം. ഇത് നിർബന്ധമായിട്ട് എഴുതി പഠിക്കൽ നിർബന്ധമാണ്. ഇതാണ് ഇവിടെ ആൾഡോൾ കണ്ടൻസേഷനൊക്കെ. ആൾഡോൾ കണ്ടൻസേഷൻ്റെ 2 സ്റ്റെപ്പായിട്ടാണ് അത് വരിക. ഓക്കെ, അത് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യില്ല, നിങ്ങൾ എഴുതി പഠിക്കാം. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞ കനിസാറോയിലൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ഉണ്ടോ? ഇവിടെ ഒരു മെത്തനാൾ. എന്താ മെത്തനാളിൻ്റെ പ്രത്യേകത? അത് പറഞ്ഞില്ലേ, മെത്തനാൾ ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്തതാണ് കനിസാറോയിൽ പങ്കെടുക്കുക. അപ്പോൾ ആൾഡോൾ കണ്ടൻസേഷനിൽ ആൽഫ ഹൈഡ്രജൻ നിർബന്ധം, കനിസാറോയിൽ ആൽഫ ഹൈഡ്രജൻ പാടില്ല. ആൾഡോൾ കണ്ടൻസേഷനിൽ ഡൈല്യൂട്ട് ആൽക്കലി, കനിസാറോയിൽ കോൺസെൻട്രേറ്റഡ് ആൽക്കലി. ഇതൊക്കെ ഓർത്താൽ നല്ലതാണ്. എന്നാൽ നാളൊക്കെ എക്സാം സിമ്പിളായിട്ട് ചെയ്താൽ. ദെൻ കാർബോക്സിലിക് ആസിഡിൻ്റെ പാർട്ടായി ഇനി പറയാനുള്ളത്. കാർബോക്സിലിക് ആസിഡ് പറയുമ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ. അപ്പോൾ അതിൽ ഫസ്റ്റ് പെട്ടെന്ന് പറയുന്നത് എന്താ വെച്ചാൽ അത് നെയ്മോ എന്നുള്ള റിയാക്ഷൻ നല്ലത്. ശരിക്കും പ്രൈമറി ആൽക്കഹോളിന് ഓക്സിഡൈസ് ചെയ്താൽ എന്ത് കിട്ടും? കാർബോക്സിലിക് ആസിഡ് കിട്ടും. പിന്നെ പ്രൈമറി ആൽക്കഹോളിനെ ഓക്സിഡൈസ് ചെയ്താൽ നല്ലൊരു ഓക്സിഡൈസിങ് ഏജൻറ്റ് ഉപയോഗിച്ചിട്ട് ഓക്സിഡേഷൻ നടത്തിയാൽ കാർബോക്സിലിക് ആസിഡ് ആവുക. അതേപോലെ ആൾഡിഹൈഡിന് ഓക്സിഡേഷൻ നടത്തിയാൽ എന്ത് കിട്ടും? കാർബോക്സിലിക് ആസിഡ് കിട്ടും. പിന്നെ വേറെ നല്ലൊരു റിയാക്ഷൻ കണ്ടില്ല, ആസിഡിക് ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ.
കാരണം ഈ എസ്റ്റർ എന്ന് പറഞ്ഞാൽ കാർബോക്സിലിക് ആസിഡും ആൽക്കഹോളും ചേർന്നുണ്ടായതാണ്. അപ്പോൾ എസ്റ്ററിലൊക്കെ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ആസിഡ് ഒഴിച്ചാൽ അത് എന്തൊക്കെ പുറത്തേക്ക് വരും, കാർബോക്സിലിക് ആസിഡും ഉണ്ടാവും, അതേപോലെ ആൽക്കഹോളും. അത് നമ്മൾ എന്തായാലും എസ്റ്ററിഫിക്കേഷൻ പഠിക്കുമ്പോൾ ക്ലിയർ ആയിരിക്കും. എസ്റ്ററിഫിക്കേഷൻ്റെ ഓപ്പോസിറ്റ് പ്രോസസ്സാണിത്. ദെൻ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകാന്നുള്ളൂ. ഇതിന് കുറച്ചൊരു ഇമ്പോർട്ടൻസ് വരാൻ കാരണം ഇതിൽ കുറച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട്. കാർബോക്സിലിക് ആസിഡ് ശരിക്കും എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബോയിലിംഗ് പോയിൻ്റ് കൂടിയ മോളിക്യൂൾസൊക്കെ കാർബോക്സിലിക് ആസിഡാണ്. അതിൽ നിങ്ങൾ പഠിച്ചതാണിത്. അസോസിയേഷൻ എന്ന് പറഞ്ഞത് ഓർമ്മ, സൊല്യൂഷനിൽ പഠിച്ച അസറ്റിക് ആസിഡിനെ ബെൻസീനിലെടുത്താൽ അവിടെ 2 മോളിക്യൂൾ ചേർന്ന് ഹൈഡ്രജൻ ബോണ്ടിങ്ങിലൂടെ ഒന്നാവും. അതാണ് ഡൈമറൈസേഷൻ. ഈ ഡൈമറൈസേഷനൊക്കെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ബോയിലിംഗ് പോയിൻ്റ് വളരെ കൂടുതലാവാൻ കാരണം ഇവർ തമ്മിലുള്ള ഈ ഹൈഡ്രജൻ ബോണ്ടൊക്കെയാണ്. ഓക്കെ, നെക്സ്റ്റ് ആസിഡിറ്റി. ആസിഡിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. കാർബോക്സിലിക് ആസിഡിൻ്റെ ആസിഡിറ്റി മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. അതിലൊരു കമ്പാരിസണൊക്കെ വരുന്നുണ്ട്. അതായത് ഓരോ ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പുകൾ വരുമ്പോൾ, അതേപോലെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പൊക്കെ വരുമ്പോൾ ഉള്ളത് കേട്ടോ. ദെൻ HVZ റിയാക്ഷൻ, നെയിം റിയാക്ഷനാണ്, ഫേമസ് ആണ്. HVZ ഹെൽ-വോൾഹാഡ് സെലിൻസ്കി റിയാക്ഷനെ പ്രത്യേകത, ഇതിലും കാർബോക്സിലിക് ആസിഡിൽ ആൽഫ ഹൈഡ്രജനെ മാറ്റിയിട്ട് അവിടെ ഹാലജൻ വരുന്ന റിയാക്ഷനാണ്. ഇത് നല്ല രീതിയിൽ കുറേ പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്, കൺവേർഷനൊക്കെ ആയിട്ടൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. അപ്പോൾ പിന്നെ ഇത് കഴിഞ്ഞാൽ ഇതിൽ പിന്നെ വരുന്നത് ഇലക്ട്രോഫിലിക് റിയാക്ഷൻസ് കുറച്ചുണ്ട്. ഇതിന് പ്രത്യേക ഇലക്ട്രോഫിലിക് റിയാക്ഷൻ നോക്കുമ്പോൾ ബെൻസാൽഡിഹൈഡിൻ്റെ ഇതിപ്പോൾ ബെൻസാൽഡിഹൈഡിൻ്റെ കേട്ടോ പറഞ്ഞ് നമ്മൾ കാർബോക്സിലിക് ആസിഡിലാണ് ഇത് നമ്മൾ ലാസ്റ്റ് എത്തിയത്. കാർബോക്സിലിക് ആസിഡിൽ അതിൽ മെറ്റാ പൊസിഷനിലാണ് എന്ത് വരിക, നൈട്രോ ഗ്രൂപ്പ് വരിക. ജസ്റ്റ് നിങ്ങൾ എഴുതി നോക്കുക. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യില്ല. ഓക്കെ.